ഞാനിപ്പോ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് എല്ലാം തന്നെ ചെയ്യുന്നത് എന്റെ എക്സ്പീരിയൻസും പിന്നെ ഞാൻ എന്റെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാനിപ്പോ വീഡിയോ ഇടുന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് 5ാം മാസമാണ്. ഈ ഒരു 5ാം മാസത്തിൽ നമ്മൾ അമ്മമാരുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒപ്പം നമ്മുടെ ബേബിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഈ ഒരു 5ാം മാസത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു 5ാം മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5ാം മാസത്തിലാണ് നമ്മൾ അനോമലി സ്കാൻ ചെയ്യുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ബേബിയുടെ എല്ലാ ഓർഗൻസും നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ബേബിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതോ, നമ്മുടെ ബേബിയുടെ ഓർഗൻസ് ഒക്കെ ക്ലിയർ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ അനോമലി സ്കാനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബേബിയുടെ ജെൻഡർ നമുക്ക് അറിയാൻ സാധിക്കും. ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. നമ്മുടെ ഡോക്ടർക്ക് അത് അറിയണ്ടായിരിക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് കുഞ്ഞാവണം എന്ന ആഗ്രഹത്തിനേക്കാളൊക്കെ ഉപരി നമ്മുടെ കുഞ്ഞ് ആണായാലും പെണ്ണായാലും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വലിയ രീതിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമ്മുടെ കുട്ടിയുടെ ഒരു ജെൻഡർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു മാസമാണ് ഈ ഒരു 5ാം മാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മന്തും കൂടിയാണ് ഈ ഒരു അഞ്ചാം മാസം എന്ന് പറയുന്നത്.